നിയമത്തിൽ വകുപ്പുണ്ടോ ഞാൻ ഇവരെയും കൊണ്ടേ പോകുള്ളൂ. ഇവരെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിച്ചിരിക്കും. ഇത്രയും കംഫർട്ടായിട്ടുള്ള ഒരു ബസ് എൻ്റെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ് എൻ്റെ ജീവിതത്തിൽ പബ്ലിക് സർവീസിന് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും സൂപ്പറായിട്ടുള്ള കംഫർട്ടുള്ള സൗകര്യങ്ങളൊരു ബസ്സാണോ ഈ RTO മഹേഷ് ഇത്രയൊക്കെ ക്രൂരതകൾ കാണിച്ച്, ഇത്രയൊക്കെ അഹമ്മതി കാണിച്ച്, ഇത്രയൊക്കെ ആറ്റിറ്റ്യൂഡ് കാണിച്ച് കട്ടപ്പുറത്ത് കയറ്റാൻ ശ്രമിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ പദവി അദ്ദേഹം എത്രമാത്രം നീചമായിട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നത്. അനൂപേ, എന്താണ് ഇത്രയും ഒരു ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ്? ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇത് ഭാരത് ബെൻസിൻ്റെ ഷാസിയയിലാണ് ഈ വണ്ടി നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പാരാബോളിക് സസ്പെൻഷനാണ്. നോർമൽ വണ്ടികളെ പോലുള്ള കുടുക്കമോ ചാട്ടമോ ഒന്നും ഉണ്ടാകത്തില്ല. യാത്രക്കാർക്കും വയസ്സായവർക്കും ഒക്കെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു വാഹനമാണിത്. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വാഹനം ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ബോഡി കോഡ് AIS 052 പ്രകാരം ബോഡി കോഡ് പ്രകാരം നിർമ്മിച്ച വാഹനമാണ്. ഈ ബോഡി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലെ എല്ലാ വാഹനങ്ങൾക്കും ഒരേ നിലവാരം പുലർത്തുവാനും ആ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ 2019 മുതൽ AIS ബോഡി കോഡ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ബോഡി കോഡ് പ്രകാരം പണിയുന്ന സ്റ്റേജ് ഗാരേജ് ബസ്സുകൾക്ക് കളർ കോഡ് ഇല്ലെന്ന് പറഞ്ഞാണ് അവർ പിടിച്ചിട്ടേക്കുന്നത്. പക്ഷേ AIS 52 സ്റ്റേജ് ഗാരേജ് രജിസ്റ്റർ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതിലൊരു സ്ഥലത്തും കളർ കോഡ് AIS 052 പറയുന്നില്ല. ഇതെല്ലാം ഇവരുടെ ദുർവാശന. എന്താണ് AIS 52 ബോഡി കോഡ് എന്നുള്ള ഇവിടെയുള്ള RTO മഹേഷ്, അതുപോലെ തന്നെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കുമാർ കെ അതൊന്നും അറിയത്തില്ല. അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് റോബിൻ ബസിൻ്റെ ഒരു AITP പെർമിറ്റ്. റോബിൻ ബസിൻ്റെ ഒരു AITP പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ മനോജ് കെ എന്നുള്ള ഒരാൾ ഒരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ കൊടുക്കേണ്ടതിന് ഒരു 3-4 അവധിയായിട്ടും കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവനെയൊക്കെ പിടിച്ച് ഈ പോസ്റ്റിൽ ഇരുത്തണം. അല്ലാതെ എന്തു പറയാനാ, ബന്ധു നിയമനം, ആതുര നിയമനം, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചതിൻ്റെ അവാർഡ് പോലെ പിടിച്ച് ഓരോ പോസ്റ്റുകളിൽ ഇരുത്തിയാൽ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഒരാളുടെ ജീവിതം തകർക്കാമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് ചേട്ടന്റെ ഒരു അവസ്ഥ. അല്ല, എന്റെ ജീവിതം തകർക്കാമെന്ന് ഈ ഡിപ്പാർട്ട്മെന്റ് ചിന്തിച്ചാൽ അങ്ങനെ മുറിഞ്ഞിട്ട് പോകുന്ന ആളല്ല ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഒരു കാലില്ല എന്ന് പറഞ്ഞല്ലോ, മറ്റേ കാലും കൂടെ കൂടി വന്ന് അവർ ഓടിക്കുമായിരിക്കും. അല്ല, ഇനി എന്നെ കൊന്നേക്കണം. കാരണം ഞാൻ ഇതും കൊണ്ടേ പോകുള്ളൂ. നിയമത്തിൽ വകുപ്പുണ്ടോ ഞാൻ ഇവരെയും കൊണ്ടേ പോകുള്ളൂ. ഇവരെ കൊണ്ട് ഞാൻ പണി ചെയ്യിപ്പിച്ചിരിക്കും. വണ്ടി ഓടിച്ചിരിക്കും. അത് റൂട്ട് ബോർഡ് വെച്ച് തന്നെ ഞാൻ ഓടും.